നിനക്ക് കേക്കാവോ? ഹലോ സീതേ, സീതേ, നിനക്ക് സുഖമാണോ? ഞാനും നീയും മക്കളും എങ്ങനെ ജീവിച്ചതാ, ഇപ്പോ എനിക്കൊന്ന് കാണാൻ പോലും പറ്റാതെ. ഏയ്, എല്ലാം ശരിയാവും, ശരിയാക്കണം നമുക്ക്. ശരിയാകും. നീ ആ ഫോണൊന്ന് മോളുടെ കൊടുത്തേ. അവനെന്താ അടുത്തില്ലേ? അവന് തരുമ്പോ പെട്ടെന്ന് എന്നെ ഒന്ന് വിളിക്കാൻ പറയണം കേട്ടോ. ശരി, നീ വെച്ചോ. ഇത് നീ വരച്ചതല്ലേ? അതെ. ഇത് നീ എവിടെയെങ്കിലും നോക്കി വരച്ചതാണോ അതോ? അല്ല, ഈ ചിത്രത്തെക്കുറിച്ച് അറിയാനാ ഞാൻ നിന്നോട് വരാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞ ഈ ചിത്രത്തിലെ ഈ മാലയെക്കുറിച്ച് അറിയാനാ. ഈ മാല എന്തായാലും നീ സാങ്കല്പികമായിട്ട് വരച്ചതല്ല. കാരണം ഇതിൽ അത്രത്തോളം ഡീറ്റെയിലിംഗ് ഉണ്ട്. ഞാൻ മറ്റൊരു വീട്ടിൽ ജോലിക്ക് നിന്നപ്പോ എന്നോടൊപ്പം അവിടെ ജോലിക്കുണ്ടായിരുന്ന ചേച്ചി ഒരു കഥ പറഞ്ഞു. ആ കഥയിലെ മാലയായത്. ചേച്ചി പറഞ്ഞ കഥയിലെ മാല എന്റെ മനസ്സിൽ പതിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അതാ പെട്ടെന്ന് വരച്ചപ്പോ ഈ മാല ഓർമ്മ വന്നേ. ആ ജോലിക്കാരി ഇപ്പൊ എവിടെയുണ്ട്? കുറച്ചു നാള് മുമ്പ് ഒരു അസുഖം വന്ന് അവര് മരിച്ചുപോയി. ഈ പടം ഇഷ്ടായിന്ന് അറിഞ്ഞു. വേണമെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് ഞാൻ. മതി. ഞാൻ രാവിലെ ചിന്നിനോട് സംസാരിച്ചിരുന്നു ചന്ദ്രാമൻ. പക്ഷെ അയാൾ എന്നോട് മിണ്ടിയില്ല. ഞാൻ പറഞ്ഞില്ലേ, അത് അത്ര പെട്ടെന്ന് മനസ്സിൽ നിന്ന് പോവില്ല. അറിയാലോ അവരുടെ അവസ്ഥ. മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാ അവരിവിടെ എപ്പോഴും തങ്ങുന്നത്. അപ്പോ ഇതുപോലൊരു സംഭവം കൂടുതൽ വിഷമിപ്പിക്കുകയുള്ളൂ. നീ ഇവിടെ നിൽക്കുമായിരുന്നോ? നീ ഒന്ന് വേഗം റെഡിയായേ, എനിക്ക് 1-2 സ്ഥലങ്ങളിൽ പോകാനുണ്ട്. അച്ഛൻ പോയിട്ട് വാ, എനിക്കൊന്നിനും തൽക്കാലം വയ്യ. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല അച്ഛാ. അങ്ങനെയല്ലല്ലോ. എടാ, എന്താ കാര്യം അച്ഛനോട് പറയടാ. അച്ഛാ, ഞാനും ചിന്നും തമ്മിൽ പിണങ്ങി. കേൾക്കുന്നവർക്ക് ചെറിയൊരു കാര്യമായിരിക്കും, പക്ഷെ എനിക്കെന്തോ വല്ലാത്തൊരു വിഷമം. ഞാൻ എത്ര പറഞ്ഞിട്ടും ഒന്നും മിണ്ടാൻ പോലും ആള് തയ്യാറാവുന്നില്ല. കൺമുമ്പിലുണ്ടായിട്ടും ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥ കുറച്ച് ഭീകരാച്ച. ഒന്നും മിണ്ടാൻ പോലും ആവാതെ വല്ലാതെ ഒറ്റപ്പെട്ട അവസ്ഥയിലെ ഞാൻ. ഒന്നും മിണ്ടാൻ പോലും പറ്റാതെ വരുമ്പോഴല്ലേ അവരെത്ര പ്രിയപ്പെട്ടവരാണെന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാവുന്നത്. നീ നേരത്തെ അറിഞ്ഞാലും എപ്പോ അറിഞ്ഞാലും അത് എന്റെ വിഷയമല്ല. എന്റെ വിഷയം എന്റെ മോളാ. അവളെ കണ്ണീര് കാണാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് നീ എങ്ങനെയാണെന്ന് വെച്ചാൽ അവനെ പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ ഇപ്പൊ അവനോട് സംസാരിക്കാൻ വേണ്ടി ചെന്നതാ. പക്ഷേ അവൻ അവളെ കുറിച്ച് പറഞ്ഞതൊക്കെ കേട്ടപ്പോ എനിക്ക് എതിർത്തൊന്നും പറയാൻ പറ്റിയില്ല. എന്താ പറയാൻ പറ്റാത്തത്? നിനക്ക് എന്റെ മോളെ വേണ്ട, അത് തന്നെ കാര്യം.
അല്ലെങ്കിൽ നീ പറ അവൾ എവിടെയുള്ളതാണെന്നും ആരുടെ മോളാണെന്നും. ഞാൻ പോയി അങ്ങക്ക് രണ്ടെണ്ണം പൊടിച്ചിട്ട് മോളോട് ഇതിൽ നിന്ന് പിന്മാറാൻ പറയാം. അതൊന്നും എനിക്കും അറിയില്ല, അവൾ എവിടെയുള്ളതാണെന്നും ആരുടെ മകളാണെന്നും. എത്രയാ? 100 രൂപ. നീ എത്ര ആലോചിച്ചിട്ട് കാര്യമില്ല കുഞ്ഞോളെ. ഈ അവസ്ഥ ഉണ്ടാവാതിരിക്കാനാ ഞാൻ മുന്നേ പറഞ്ഞത് ഒരു നിശ്ചയമെങ്കിലും നടത്തി വെക്കാമെന്ന്. ദേ, ഞാൻ ഒരു കാര്യം പറയാം. ആ പെണ്ണെ കണ്ടുപിടിച്ചോ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിയിട്ടോ എന്ത് ചെയ്തിട്ടായാലും ഇത് മുടങ്ങണം. ഇല്ലെങ്കിലേ ഞാൻ പറഞ്ഞൊക്കെ തന്നെ ഈ വീട്ടിൽ നടക്കൂ. അവസാനം പെങ്ങയുടെ ജീവിതം ഈ കൂടപ്പുറപ്പ് തൊലച്ചെന്ന് പറയരുത്.